എല്ലാവർക്കും വൈസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളിത് 2017 ഓഗസ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ടു ട്രയാങ്കിൾസ് ബിലോ ഹാവ് ദി സെയിം ഏരിയ. ഹൗ ലോങ് ഈസ് ദി ബേസ് ഓഫ് ദി ട്രയാങ്കിൾ ഓൺ ദി റൈറ്റ്? ഓപ്ഷൻ എ 7.5 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 8 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 9 സെൻറ്റിമീറ്റർ ആൻഡ് ഓപ്ഷൻ ഡി 10 സെൻറ്റിമീറ്റർ. ഇവിടെ രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടുത്തെ ബേസ് ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഹൗ ലോങ് ഇസ് ദി ബേസ് ഓഫ് ദി ട്രയാങ്കിൾ ഓൺ ദി റൈറ്റ്. അതുപോലെ ഇതിനകത്ത് രണ്ടിനകത്തും ഏരിയ സെയിം ആണെന്നും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇവിടെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെയും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇവിടെയും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, കാരണം രണ്ട് സൈഡ് ഈക്വൽ അല്ലേ. അപ്പോൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇത് ഹാഫ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ കാണാം? ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച് ചെയ്യാം. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ഈക്വൽ ടു, നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെയാണ് കാണുന്നത്, ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്നത് എത്രയാണ്? 6 ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ലെങ്ത് എത്ര വരും? നമുക്കറിയാം ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ എത്ര ആയിരിക്കും? 3 സെൻറ്റിമീറ്റർ. ഇവിടെ 6, മൊത്തത്തിൽ 6. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെയും 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്രയായിരിക്കും? റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 25 മൈനസ് 9 ഈക്വൽ ടു റൂട്ട് 16 ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 4 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ലെങ്ത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എച്ച് എത്രയാണ് ഇവിടെ? 4 ഈക്വൽ ടു എത്ര കിട്ടും? 12. ഏരിയ എന്ന് പറയുന്നത് ഇവിടെ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഏരിയ എത്രയായിരിക്കും? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെയായിരിക്കും അല്ലേ. ഏരിയ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ എത്രയായിരിക്കും? ഏരിയ എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. നമുക്കിവിടെ എടുത്ത് നോക്കാം. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ഈക്വൽ ടു, ഇവിടെ ഏരിയ 12 എന്നെടുത്ത് നമ്മൾ 12 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, നമുക്ക് ഓപ്ഷൻ വൈസ് ചെയ്യാം. നമുക്ക് ഈ ബേസ് ഏരിയ അല്ലേ കണ്ടുപിടിക്കണ്ടേ, അതല്ലേ ഇവിടെ ഓപ്ഷന് തന്നേക്കുന്നത്. നമുക്ക് അതിന് 7.5 ഒരു ഡെസിമൽ നമ്പർ ആയതുകൊണ്ട് നമുക്ക് അതിനെ വിട്ടിട്ട് നമുക്ക് അടുത്ത നമ്പർ നോക്കാം. 8 സെൻറ്റിമീറ്റർ, 8 എന്നുള്ളത് ഓപ്ഷനിൽ നമ്മൾ എടുക്കുന്നത്. അപ്പം ബേസ് 8 എന്നെടുത്തു. 8 ഇൻറ്റു എച്ച് എത്രയായിരിക്കും? ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ എച്ച് എത്രയായിരിക്കും? ഇവിടെയും 8 നമ്മൾ എടുക്കുമ്പോൾ ഇവിടെയും 4 സെൻറ്റിമീറ്റർ, ഇവിടെയും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ, ഇവിടെ 3 എന്ന് വരും, ഇൻറ്റു 3 ഈക്വൽ ടു 4 ഇൻറ്റു 3. 12 എന്ന് വന്നില്ലേ? 4 ഇൻറ്റു 3 ഇപ്പോൾ ഈക്വൽ ആണ്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 8 ആണ് നമ്മുടെ ആൻസർ. Second question, what fraction do we get on simplifying 1 minus 1/4 into 1 minus 1/9 into 1 minus 1/16 etc. 1 minus 1/100? Option A 10/11, option B 11/10, option C 11/20 and option D 20/11. നമുക്ക് ചെയ്ത് നോക്കാം. 1 minus 1/4 into 1 minus 1/9 into etc. 1 minus 1/100. ഇത് നോക്കി, ഇതെല്ലാം ഒരു നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആണല്ലേ. ഇത് 2ൻ്റെ സ്ക്വയർ, 3യുടെ സ്ക്വയർ എക്സെട്ര, ഇത് 10ൻ്റെ സ്ക്വയർ. അപ്പോൾ 1 minus 1/4 നമുക്ക് എങ്ങനെ എഴുതാം? 4 minus 1 ഡിവൈഡഡ് ബൈ 4, 3/4 ഇൻറ്റു 1 minus 1/9. 1 minus 1/9 എന്ന് പറയുമ്പോൾ 9 minus 1 ഡിവൈഡഡ് ബൈ 9, 8/9. അപ്പം നെക്സ്റ്റ് എന്തായിരിക്കും? ഇവിടെ 3/4. അപ്പോൾ ഇവിടെ അടുത്ത സ്ക്വയർ 4ൻ്റെ സ്ക്വയർ എത്ര ആയിരിക്കും? 16. 9ന് 9ൽ നിന്ന് 1 മൈനസ് ചെയ്തപ്പോൾ 8 കിട്ടി, 4ൽ നിന്ന് 1 മൈനസ് ചെയ്തപ്പം 3 കിട്ടി. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 15 ആയിരിക്കും, ഇൻറ്റു നെക്സ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 25
മുകളിലപ്പം 24 വരും. ദെൻ 36 മുകളിൽ 35 ഇൻറ്റു 7 സ്ക്വയർ 49, ഇവിടെ 48 വരും. 64, 63, then 81, then 100, മുകളിൽ 99 വരും. പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കളയാം അല്ലേ. നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കാം. ആദ്യം 3/4 ഇൻറ്റു 8/9 എടുക്കുന്നു. ഇതിനകത്ത് ഈ 4ഉം 8ഉം കൂടെ ക്യാൻസലായപ്പോൾ 2, ഇവിടെ എത്ര വരും? 3 വരും. ദെൻ ഇവിടെ 2/3 എന്ന് വരും. അപ്പോൾ ഇത് ഇത്രയും കഴിഞ്ഞല്ലോ, ഇത്രയും കഴിഞ്ഞ് ദെൻ 15 2/3 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 60. ഇവിടെ നോക്കി 3ഉം 15ഉം തമ്മിൽ 5, 2, ഇവിടെ 8 വരും. ഈക്വൽ ടു 5/8 എന്ന് വരും. 5/8 ഇൻറ്റു നെക്സ്റ്റ് 24 ഡിവൈഡഡ് ബൈ 25. ഇവിടെ 5, ഇവിടെ 3 ഈക്വൽ ടു 3/5 എന്ന് വരും. 3/5 ഇൻറ്റു നെക്സ്റ്റ് ഏതാണ്? 35 ഡിവൈഡഡ് ബൈ 36. ഇവിടെ 7, ഇവിടെ 12 ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 48 ഡിവൈഡഡ് ബൈ 49 ഈക്വൽ ടു ഇവിടെ 7, ഇവിടെ 4/7 ഇൻറ്റു 63 ഡിവൈഡഡ് ബൈ 64. ഇവിടെ 9 വരും. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 160. 9/16 9/16 ഇൻറ്റു 80/81. ഇവിടെ എത്രയാ? ഇവിടെ 2, ഇവിടെ 10, ഇവിടെ 9, ഇവിടെ ഒന്നും കൂടെ ക്യാൻസലാക്കി 5 ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 9 എന്ന് കിട്ടും. 5 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 99 ഡിവൈഡഡ് ബൈ 100. ഇവിടെ 5 കൊണ്ട് 20, ഇവിടെ 11. ആൻസർ 11/20 എന്ന് കിട്ടും. ഞാനിത് നമുക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. നമ്മുടെ എളുപ്പം അനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 11/20 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. The next question, the figure below shows an angle inscribed in an arc of a circle. What is the radius of the circle? Option A √3 cm, option B 2√3 cm, option C 3√3 cm and option D 4√3 cm. ഇവിടെ ഈ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ റേഡിയസ് സെൻറ്റർ അല്ല, ഇത് സെൻറ്റർ അല്ല. അപ്പം നമുക്കിങ്ങനെ വരയ്ക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ? റേഡിയസ് ഓഫ് ദി സർക്കിളാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ എന്ന് വെച്ചാൽ ഇതാണ് അല്ലേ. ഇവിടെ 120 തന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഈ സർക്കിളിൻ്റെ സെൻറ്റർ അല്ല. അപ്പോൾ നമ്മൾ സെൻറ്റർ വരയ്ക്കുന്നു. ഈ സർക്കിളിൻ്റെ നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇതാണല്ലേ. സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ ഇവിടെ 120 ഡിഗ്രി ആണെങ്കിൽ, ഇവിടെ 120 ആണെങ്കിൽ ഈ ഭാഗത്ത് ഇത്രയും എത്ര ആയിരിക്കും? 240 ആയിരിക്കും അല്ലേ. 240 ഡിഗ്രി ആയിരിക്കും. ദെൻ ഇവിടെ 240 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഈ സൈഡ് എന്ന് പറയുന്നത് 360 മൈനസ് 240 ആയിരിക്കും. 360 മൈനസ് 240 അപ്പോൾ എത്ര വരും? 120 വരും. അവിടെ 120 ആണെങ്കിൽ ഇവിടെയും 60 ആയിരിക്കും, ഈ ഭാഗവും 60 ആയിരിക്കും.
അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 60 ഡിഗ്രിയാണെന്ന് കിട്ടി ഇവിടെ അല്ലേ. അപ്പം നമുക്ക് ഇവിടെ 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെയും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ സൈൻ 60 കണ്ടാൽ മതി. ഈ റേഡിയസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? റേഡിയസ് ആണ് അല്ലേ. അപ്പം സൈൻ 60 നമ്മൾ കാണുകയാണെങ്കിൽ സൈൻ 60 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ദെൻ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 3 ആണ്. 3 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നതാണ് നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത്. ദെൻ സൈൻ 60 ഡിഗ്രി എത്രയാണ്? √3 ഡിവൈഡഡ് ബൈ 2. ദെൻ r ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ √3. അല്ലെങ്കിൽ നമുക്കിതിനെ 2√3 എന്ന് എഴുതാം അല്ലേ. 2√3. റേഡിയസ് നമുക്ക് 2√3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ സൈഡ് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 1 meter more than the other and its area is 8.3/4 square meters. What is its perimeter? Option A 6 meter, option B 9 meter, option C 10 meter and option D 12 meter. One side of a rectangle is 1 meter more than the other. അപ്പോൾ നമുക്ക് ഇവിടെ ലെങ്ത് ഈക്വൽ ടു ബ്രെഡ്ത്ത് പ്ലസ് 1 എന്ന് എടുക്കാം. ദെൻ പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഏരിയ തന്നിട്ടുണ്ട്, L × B തന്നിട്ടുണ്ട്. ദെൻ 2 × L + B ആണ് നമുക്ക് കാണേണ്ടത്. പെരിമീറ്റർ എന്താണ്? 2 × L + B നമുക്ക് കാണണം. നമുക്കിവിടെ L × Bക്കകത്ത് എല്ലിന് പകരം നമുക്ക് B+1 ഇട്ട് കൊടുക്കാം. B+1 × B ഈക്വൽ ടു, ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 35 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാമല്ലോ. അപ്പോൾ B × B+1 ഈക്വൽ ടു 35 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. Then 4B² plus 4B minus 35 equal to 0. ഇതിനകത്തുനിന്ന് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ. നമുക്ക് ഇതിനകത്ത് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. B equal to -4 plus or minus root of B², 4ന്റെ സ്ക്വയർ 16 plus ഡിവൈഡഡ് ബൈ 2a 8 എന്ന് വരും. ഈക്വൽ ടു -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, ഇതിൻ്റെ സ്ക്വയറിന് 24ൻ്റെ സ്ക്വയറാണ് കിട്ടുന്നത്. 24 ഡിവൈഡഡ് ബൈ 8. ദെൻ ഇവിടെ അടുത്തൊരിക്കലും നെഗറ്റീവ് വാല്യൂ ആയിരിക്കത്തില്ലല്ലോ. അപ്പം പോസിറ്റീവ് വാല്യൂ എടുക്കാം. നമുക്ക് ബിക്ക് ഇവിടെ 2 വാല്യൂ കിട്ടുമല്ലോ. എന്ത് പോസിറ്റീവ് വാല്യൂ എടുക്കാം. B ഈക്വൽ ടു -4 plus 24 divided by 8 equal to 20 divided by 8 എന്ന് കിട്ടും. 20 divided by 8 equal to 5/2 എന്ന് കിട്ടും. അപ്പം നമുക്ക് ബ്രെഡ്ത്ത് ഇവിടെ 5/2 എന്ന് കിട്ടും. 5/2. ദെൻ ലെങ്ത് എങ്ങനെ കാണാം? ലെങ്ത് ഈക്വൽ ടു ബ്രെഡ്ത്ത് പ്ലസ് 1 അല്ലേ. അപ്പോൾ 5/2 പ്ലസ് 1 ഈക്വൽ ടു 7/2. ഇനി ഏരിയ കാണാൻ, പെരിമീറ്റർ കാണാമല്ലോ. 2 × L + B കാണണം. ഇവിടെ B എന്ന് പറയുന്നത് 5/2 എന്ന് കിട്ടി, L എന്ന് പറയുന്നത് 7/2 എന്ന് കിട്ടി. ഈ 2 × L + B ഈക്വൽ ടു 2 × 5/2 പ്ലസ് 7/2 ഈക്വൽ ടു 2 × 12 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 12 എന്ന് കിട്ടും. 12 മീറ്റർ എന്ന് കിട്ടും അല്ലേ. കാണാൻ വയ്യ. 2 × L + B. 2 × L + B ഈക്വൽ ടു 2 × 5/2 പ്ലസ് 7/2 അല്ലെങ്കിൽ 7/2 പ്ലസ് 5/2 ഈക്വൽ ടു 2 × 12 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 12 മീറ്റർ എന്ന് കിട്ടും. ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ.
Next question, 1 added to a positive number gives the square of the number. What is the number? Option A, half into root 5 minus 1. Option B, half into root 5 plus 1. Option C, half into root 3 minus 1. And option D, half into root 3 plus 1. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വെച്ചാൽ 1 added to a positive number gives the square of the number. അപ്പോൾ നമ്മൾ ആ പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 1 ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദി നമ്പർ എക്സ് സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. നമുക്ക് ഇതിൻ്റെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ രൂപത്തിലോട്ട് മാറ്റാം. എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. നമുക്കിനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു -1 ആൻഡ് സി ഈക്വൽ ടു -1. Then x equal to minus b plus or minus root of b square minus 4ac divided by 2a equal to 1 plus or minus root 5 divided by 2 എന്ന് വരും. ഇവിടെ നമുക്ക് എക്സിന് രണ്ട് വാല്യൂ കിട്ടും. ഒന്ന് എക്സ് ഈക്വൽ ടു 1 പ്ലസ് റൂട്ട് 5 ഡിവൈഡ് ബൈ 2 എന്നും എക്സ് ഈക്വൽ ടു 1 മൈനസ് റൂട്ട് 5 ഡിവൈഡ് ബൈ 2 എന്നും കിട്ടും. ഇവിടെ ഓപ്ഷനകത്തുള്ള ആൻസർ ഏതാ? ഹാഫ് ഇൻറ്റു റൂട്ട് 5 പ്ലസ് 1 അല്ലേ. അപ്പം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. The next question, in the figure below, AB is a diameter of the circle and ABC is an isosceles triangle with a C on the circle. P is a point on the circle. How much is cone BPC? ഇവിടെ 45 ഡിഗ്രി തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു കോണാണ് കാണേണ്ടത്. കോൺ BPC ആണ് നമുക്ക് കാണേണ്ടത്. കോൺ CAB എന്ന് പറയുന്നത് 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 100 ഡിഗ്രി, ഓപ്ഷൻ ബി 120 ഡിഗ്രി, ഓപ്ഷൻ സി 130 ഡിഗ്രി ആൻഡ് ഓപ്ഷൻ ഡി 135 ഡിഗ്രി. ദെൻ നമുക്കിവിടെ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണല്ലോ. ഈ കോൺ ACPB എന്ന് പറയുന്നത് കോണല്ല ACPB എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും അല്ലേ. ദെൻ കോൺ BPC ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ഏതായിരിക്കും? ഈ കോണായിരിക്കും. ഇതിൻ്റെ അളവ് കാണാൻ വേണ്ടി 180 മൈനസ് 45 ഡിഗ്രി ഈക്വൽ ടു 135 ഡിഗ്രി എന്ന് കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 135 ഡിഗ്രി.